നമസ്കാരം. 5/3/2026 ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. എന്തിൻ്റെ ഓർഡർ എന്നാൽ ടേംസ് ഓഫ് റെഫറൻസ് TOR എന്ന് പറയും. ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ വെച്ചു. ഡോക്ടർ VP ജോയി ചെയർമാനായും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ കമ്മിറ്റി അംഗമായും ഒരു 2 അഡീഷണൽ സെക്രട്ടറിമാർ, ഒന്ന് ശോഭ, പിന്നെ ഒന്നൊരു ലളിതയെന്നോ അങ്ങനെ ലതികയെന്നോ പേരുള്ളൊരു വേറൊരു വനിതയാണ്. അങ്ങനെ 4 പേരുള്ളൊരു സമിതി വെച്ചിട്ടുണ്ട്. ഈ സമിതിക്ക് ഒരു TOR കൊടുത്തിട്ടുണ്ട്. TORൽ 8-10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പേ എന്ന് പറഞ്ഞാൽ പേ സ്കെയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വേതനം, പിന്നെ അലവൻസിനെ സംബന്ധിച്ചുള്ളത് നിലവിലുള്ളത് റിവ്യൂ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. ഗസറ്റഡ് നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ എൻട്രി കേഡർ ലെവലിലുള്ളതും പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ കേഡറിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ഒരു ഫൈനൽ രൂപം ഉണ്ടാക്കുക. UGC AICTE ശമ്പളം വാങ്ങുന്നവരൊഴിച്ച്, കാരണം അവർക്ക് വേറൊരു പാറ്റേണാണ്, വേറൊരു താരിഫാണ്, കോളേജ് അധ്യാപകരിൽ തന്നെ അവരൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ളവർക്കുള്ള എല്ലാ ശമ്പള പരിഷ്കരണ കാര്യങ്ങളും പരിശോധിക്കപ്പെടണം. അതിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പാർട്ട് ടൈം ജീവനക്കാരുണ്ട്, കണ്ടിജൻസി ജീവനക്കാരുണ്ട്, കാഷ്വൽ ജീവനക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. കരാർ ജീവനക്കാരൊഴിച്ച്. കരാർ ജീവനക്കാരെയും പ്രോജക്റ്റ് ജീവനക്കാരെയും പലപ്പോഴും പ്രൊജക്റ്റിൻ്റെയും കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അതാത് ഡിപ്പാർട്ട്മെൻറ്റിലോ സ്ഥാപനങ്ങളിലോ ഉണ്ടാകുന്ന താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്. അത് ഇതിനകത്ത് പറയുന്നില്ല. ബാക്കിയുള്ളത് പിന്നെ പറയുന്നൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിമൺ ഫ്രണ്ട്ലി ആയിരിക്കണം ഈ ശമ്പള പരിഷ്കരണം. എങ്ങനെയെല്ലാം നമ്മുടെ ഓഫീസുകളെ വിമൺ ഫ്രണ്ട്ലി ആക്കുക, ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുക്കാം, സ്ത്രീകൾക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുക, അങ്ങനെയല്ല, എങ്ങനെയാണിത് വിമൺ ഫ്രണ്ട്ലി അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് കൂടി ഇതിനകത്ത് കാണണം. അടുത്ത് പറയുന്നത് കേന്ദ്ര പാരിറ്റി ഉണ്ട്, കേന്ദ്ര ശമ്പള പരിഷ്കരണ സംവിധാനങ്ങളുണ്ടല്ലോ, അലവൻസൊക്കെ ഉണ്ട്, അതുമായി എങ്ങനെ മാച്ച് ചെയ്യിക്കാം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായി കൊടുക്കുക എന്നുള്ള അർത്ഥത്തില്ല, അത് കുറച്ച് വലുതാണ്. അപ്പോൾ എങ്കിൽ പോലും എങ്ങനെ അതുമായിട്ട് മിസ്മാച്ച് വരാതെ, ഒരുപാട് അന്തരം വരാതെ എങ്ങനെ അത് കൊടുക്കാൻ പറ്റും. DRൻ്റെ കാര്യങ്ങൾ, DAയുടെ കാര്യങ്ങൾ, മറ്റ് അലവൻസുകൾ എന്തൊക്കെ കൊടുക്കണം, അതിപ്പോൾ HRA കാണും, പിന്നെ ലീവ് സറണ്ടറിൻ്റെ കാര്യങ്ങൾ കാണും. അങ്ങനെ പിന്നെ ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്ര നിശ്ചയിക്കണം, അത് 10%, 20% വരെ കൊടുത്ത വർഷങ്ങളുണ്ട്, 20 ഉണ്ട്, 15 ഉണ്ട്, 18 ആക്കി, 15 ആക്കി, 10 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 10 ലേറ്റസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള തുടങ്ങുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഈ പേ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. 3 മാസം സമയമാണ് കൊടുക്കുന്നത്. 5/3/2026 എന്ന് പറഞ്ഞാൽ 5/6/2026 ജൂൺ മാസം, ഈ വർഷം ജൂൺ മാസം 5-ാം തീയതി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന സമയം നീട്ടുമോ നമുക്കറിയത്തില്ല. ഇതിനകത്തൊരു തമാശ, മെയ് ആകുമ്പോൾ പുതിയ ഗവൺമെൻറ് വരും. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അത് UDF ആണെന്ന് വിചാരിക്കുക. അവരിതിനെ ഇതേപോലെ തന്നെ നടപ്പിലാക്കുമോ, ആവശ്യമായ വേറെ പരിഷ്കാരങ്ങൾ വരുത്തുമോ നമുക്കറിയില്ല. ഇത് LDF വരുമെന്ന് വിചാരിക്കുക. LDF അതേപോലെ ഇത് നടപ്പിലാക്കുമോ, അതോ സമയം ചോദിക്കും, 3 മാസം സമയം, കുറച്ച് സമയം കൂടെ LDF ആണ് വരുന്നതെങ്കിൽ ഒരു 3 മാസം കൂടെ സമയം ചോദിക്കുമോ ശമ്പള പരിഷ്കരണ കമ്മീഷൻ, അറിയില്ല. ഈ ഉടായ്പകളെല്ലാം നടക്കുകയാണ്, നമുക്കിതൊന്നും അറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ വലിയ അനാമലിയുണ്ട് പല വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ, പല ജീവനക്കാർക്കും. ആ അനാമലി എങ്ങനെ പരിഹരിക്കും? പല സ്ഥാപനങ്ങളിലും ഒരുപാട് പേരെ സ്ഥിരപ്പെടുത്തുന്നു. അത് ശരിയാണോ എന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒന്ന് അന്വേഷിക്കുമോ? സ്ഥിരപ്പെടുത്താൻ ഗവൺമെൻറ്റിന്, പക്ഷേ അതിൻ്റെ മാനദണ്ഡം എന്ത് എന്നുള്ളത് അന്വേഷിക്കുമോ? അതുപോലെ തന്നെ പെൻഷൻ പ്രായത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ ആലോചിക്കുമോ? പ്രത്യേകിച്ച് DRും DAയും ഒക്കെ പറയുന്ന പോലെ തന്നെ പെൻഷൻ പ്രായം പലർക്കും പല പ്രായമാണ്. ചിലർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്, ചിലർക്ക് പാർട്ടിസിപ്പേറ്ററി പെൻഷനാണ്, ചിലർക്ക് അഷ്വേർഡ് പെൻഷനാണ്, ചിലർക്ക് EPF ആണ്. ഇങ്ങനെ പല തരത്തിലുള്ള പെൻഷൻ സ്കീമാണുള്ളത്. ഇത് ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ ഈ ശമ്പള പരിഷ്കരണത്തിൽ? അതുപോലെ തന്നെ സർവീസ് സംഘടനകളും വ്യക്തികൾക്കും എല്ലാവർക്കും പബ്ലിക്കിനടക്കം അഭിപ്രായം പറയാനുള്ള ഒരു മെയിൽ ID ഈ വാട്സപ്പ് നമ്പറും കൊടുത്താൽ വളരെ നന്നായിരുന്നു. ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ. ഉദാഹരണം, ഞാനിത് 70+ ആയവർക്ക് DR പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ സമ്പൂർണ്ണമായുള്ള ക്യാഷായിട്ട് അവർക്ക് കൊടുക്കാൻ, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, ബെഡ് റിഡൻ രോഗികളായിട്ടുള്ളവർക്ക് DR അനുവദിച്ചാൽ, പെൻഷൻ പറ്റിയ ശേഷം DR അനുവദിച്ചാൽ അത് അപ്പോൾ തന്നെ കൊടുക്കാൻ, സർവീസിലുള്ളവരായാലും ലോങ് ലീവ് എടുത്ത് ബെഡ് റിഡനായിട്ട് ചികിത്സയ്ക്കൊക്കെ പോയിരിക്കുന്നവർക്ക് കൃത്യമായി ആ DA അപ്പോൾ കൊടുക്കാൻ, ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്നവർക്ക് DA പ്രഖ്യാപിച്ചാൽ അങ്ങനെയുള്ളവർക്ക്
അപ്പോൾ തന്നെ പൈസ കൊടുക്കണം. കാരണം അവർക്ക് അത്യാവശ്യമുണ്ട് പണത്തിന്, മറ്റുള്ളവർക്കും ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ എന്നാലും സ്പെഷ്യൽ കേസുകൾ, ഇങ്ങനത്തെ കേസുകൾ സ്ത്രീകൾ, അതാണ് വിമൺ ഫ്രണ്ടിലേക്ക് ആവുന്നത്. ഇപ്പോൾ DA പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും ഗർഭിണികളായിട്ടുള്ളവർക്ക്, ബെഡ് റിഡൻ ആയിട്ടുള്ളവർക്കൊക്കെ അപ്പോൾ തന്നെ DA ക്യാഷായിട്ട് കൊടുക്കുന്ന സമീപനങ്ങളൊക്കെ കൊണ്ടുവരുമോ? ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ ആണ് ഈ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ പുറമെ നിൽക്കുന്നത്. നമ്മൾ നാളെ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിന് ആവശ്യമായ വിവരങ്ങൾ നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിലിട്ടാൽ, പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതും നമുക്ക് കൊടുക്കാം. എന്തായാലും ശമ്പള പരിഷ്കരണം 3 മാസത്തിനകത്ത് നടക്കും എന്ന് തന്നെ വിശ്വസിക്കാം. ജൂൺ 6-നകത്ത് റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ ഗവൺമെൻറ് അത് അംഗീകരിക്കണം, അത് പഠിക്കണം, അംഗീകരിക്കണം. എന്തായാലും അടുത്ത വർഷം വരുന്ന ഗവൺമെൻറ്റിന് എല്ലാ ബാധ്യതയും വരുന്നത്. അത് UDF ആയിരിക്കുമോ LDF ആയിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ട്രെൻഡ് കാണിക്കുന്നത് UDFനാണ്. അങ്ങനെ UDFനാണ് വരുന്നതെങ്കിൽ അവർ ഇതിൻ്റെ ഗുണഭോക്താക്കളാവുകയും അവർ ഇത് ആവശ്യമായ റിവിഷൻസ് വേണമെങ്കിൽ അവർക്ക് വരുത്താം. ഗവൺമെൻറ്റാണ് വരുത്തി അവർക്ക് നടപ്പിലാക്കാം. എന്തായാലും ഇത് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലാക്കി അതിൻ്റെ ഗുണഭോക്താക്കളായി സർവീസ് ജീവനക്കാരെയും പെൻഷൻകാരെയും മാറ്റിയതിന് ശേഷമുള്ള ഒരു ബെനിഫിറ്റ് അടിക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല. അത് ബാലഗോപാലിൻ്റെ ഭരണപരിചയക്കുറവ് കൂടി കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം. ശമ്പള പരിഷ്കരണം എങ്ങനെ വരും, എന്താണ് ഫിറ്റ്മെൻറ്റ് അലവൻസ്, എത്രയാണ് DA, എത്ര രൂപ വ്യത്യാസം വരുമെന്നൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.